കുളിപ്പിച്ചിരിക്കൽ ആവശ്യമാണ്. ഇത് കഴിഞ്ഞാൽ ഇനി മയ്യത്തിന് കുളിപ്പിക്കുന്നതിന്റെ മുമ്പായി നമ്മൾ ചെയ്യേണ്ടുന്ന അത്യാവശ്യ പ്രാഥമിക കാര്യങ്ങളൊക്കെ ഇവിടെ നിർവഹിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് മയ്യത്ത്, കുളി, നിസ്കാരം, കഫൻ ചെയ്യൽ, ദഫൻ തുടങ്ങിയ കാര്യങ്ങൾ അഥവാ ശേഷമുള്ള സംസ്കരണ മുറകളൊക്കെ താമസിയാതെ ചെയ്യുകയാണ് വേണ്ടത്. അനാവശ്യത്തിനായി മയ്യത്ത് താമസിച്ചു വെക്കുന്നത് നല്ല ആചാരമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അത് സംബന്ധമായി പറഞ്ഞത് കാണാം. മുഅ്മിനായ മനുഷ്യന്റെ മയ്യത്ത് അനാവശ്യമായി താമസിച്ച് വെക്കുന്നത് ഉചിതമല്ല എന്ന് നബി തിരുമേനി താക്കീത് എന്ന സ്വരത്തിൽ പറഞ്ഞതായിട്ട് നമുക്ക് കാണാം. ഇനി എത്രയും പെട്ടെന്ന് മയ്യത്ത് കുളിപ്പിക്കുക, കഫൻ ചെയ്യുക, മയ്യത്ത് നിസ്കാരവും അനന്തരം അത് മറമടന്ന കർമ്മവും എങ്ങനെയാണ് കുളിപ്പിക്കേണ്ടുന്ന രൂപം എന്നതിനെ കുറിച്ച് ചർച്ച ചെയ്യാം. പലരും തന്റെ മകന്റെ കൈകൊണ്ട് അല്ലെങ്കിൽ മകളുടെ കൈകൊണ്ട് കുളിപ്പിക്കപ്പെടേണ്ടുന്ന മയ്യത്ത് ഉമ്മയും ബാപ്പയും ഒക്കെ മരിക്കുമ്പോൾ അന്യവരാൽ കുളിപ്പിക്കപ്പെടുന്ന അവസ്ഥ സർവത്ര കാണാൻ കഴിയുന്ന ഒരു വസ്തുതയാണ്. വിരോധമൊന്നുമില്ലെങ്കിലും സ്വന്തം പിതാവിന്റെ ജനാസ അത് മക്കൾ കുളിപ്പിക്കുമ്പോഴുണ്ടാകുന്ന ആ സുഖം അല്ലെങ്കിൽ ആ ശ്രദ്ധ അതൊരു അന്യപുരുഷനിൽ നിന്നിട്ടുണ്ടാകാനിടയില്ലല്ലോ. മകൾ, ഉമ്മ, ജേഷ്ഠത്തി, അനുജത്തി തുടങ്ങി കുളിപ്പിക്കേണ്ടുന്ന അവസരത്തിൽ മറ്റുള്ളവരെ കൊണ്ട് എന്തിനത് ചെയ്യിക്കണം? മാത്രവുമല്ല, ഒരുപക്ഷേ തന്റെ പിതാവിന്റെയോ മാതാവിന്റെയോ ശരീരത്തിൽ അവർ രഹസ്യമാക്കി വെച്ചിരുന്ന വല്ല ന്യൂനതകളും ഉണ്ടായിരുന്നു എന്ന് സങ്കല്പിക്കുക. ഇതൊരു അന്യപുരുഷനോ സ്ത്രീയോ മയ്യത്ത് കുളിപ്പിക്കുന്ന വേളയിൽ കാണുന്നത് ഈ മാതാവും പിതാവും ഇഷ്ടപ്പെടുന്ന കാര്യം അല്ലല്ലോ. ഇങ്ങനെയെല്ലാം നാം ചിന്തിക്കുമ്പോൾ പിതാവിന്റെ മയ്യത്ത് കുളിപ്പിക്കേണ്ടത് മക്കളാണ്. ജ്യേഷ്ഠാനുജന്മാരുണ്ടെങ്കിൽ അവരായിരിക്കും കുളിപ്പിക്കേണ്ടത്. മകളുടേത് ഉമ്മയും, ഉമ്മയാണ് മരിച്ചതെങ്കിൽ മകളും, ജ്യേഷ്ഠത്തിയാണ് മരിച്ചതെങ്കിൽ അനുജത്തിയും, ഇങ്ങനെ രക്തബന്ധമുള്ള അടുത്ത കുടുംബക്കാരും ബന്ധുക്കളുമായ പുരുഷനായ മയ്യത്തിന് പുരുഷനും സ്ത്രീയായ മയ്യത്തിന് സ്ത്രീയും അവരാണ് കുളിപ്പിച്ചിരിക്കേണ്ടത്. പക്ഷെ അതൊരു വലിയ കാര്യമാണ്, പ്രയാസകരമായ വിഷയമാണ്, ഞാൻ അതിന് കൊള്ളില്ല എന്ന ധാരണയുമായി മാറി നിൽക്കുന്ന സ്വഭാവം മാറ്റി ആ കാര്യം എങ്ങനെ ചെയ്യാം എന്ന് മനസ്സിലാക്കുകയും നിർബന്ധമായും എന്റെ ജീവിതകാലത്ത് എന്റെ പിതാവ് മരിച്ചാൽ ഞാനാണ് കുളിപ്പിക്കുക, ഉമ്മ മരിച്ചാൽ ഞാനാണ് കുളിപ്പിക്കുക എന്ന് മകനും മകളും പ്രതിജ്ഞയെടുത്തിരിക്കണം. അത് നമുക്ക് നടപ്പാക്കുകയും വേണം. അതുകൊണ്ട് ഇനി കുളിപ്പിക്കുന്ന കാര്യത്തിൽ എന്തെല്ലാമാണ് ശ്രദ്ധിക്കേണ്ടത് എന്ന് നമുക്ക് നോക്കാം. ആദ്യമായി കുളിപ്പിക്കുന്ന സ്ഥലത്തേക്ക് മയ്യത്ത് എടുക്കുന്നതിന്റെ മുമ്പ് വേണ്ടുന്ന വിധത്തിൽ ആ സ്ഥലം ഒന്ന് സംവിധാനിച്ചിരിക്കൽ ആവശ്യമാണ്. വീട്ടിൽ കുളിപ്പിക്കാൻ പറ്റിയ കുളിമുറിയും സൗകര്യങ്ങളും ഉള്ളപ്പോൾ അത് ഉപയോഗപ്പെടുത്താം. ഇനി അതല്ല, പുറത്തു ഒരു സംവിധാനം ഏർപ്പെടുത്തുകയാണെങ്കിൽ അതിനും വിരോധമില്ല. ചുറ്റുഭാഗങ്ങൾ മറഞ്ഞ, മുകൾ ഭാഗത്തും മറവുള്ള, മറ്റുള്ളവർക്ക് എത്തി നോക്കാൻ സൗകര്യപ്പെടാത്ത ഒരു സ്വകാര്യമായ കേന്ദ്രത്തിലായിരിക്കണം മയ്യത്ത് കുളിപ്പിക്കുന്നത് എന്നാണ് വിധി. ആ നിലക്ക് ചുറ്റുഭാഗങ്ങൾ മറഞ്ഞ ആ കുളിക്കാൻ വേണ്ടി സൗകര്യപ്പെടുത്തിയ സ്ഥലത്തേക്ക് നാം മയ്യത്ത് എടുത്തുകൊണ്ടുവരും. അവിടെ കുളിപ്പിക്കുന്നതിന് വേണ്ടി ഒരു കട്ടിലും സംവിധാനിച്ചിരിക്കണം. മയ്യത്തിന്റെ ശരീരത്തിലേക്ക് വെള്ളം ഒഴുകുമ്പോൾ ആ വെള്ളം അങ്ങ് ഒഴുകിപ്പോകാൻ സഹായകമാകുന്ന വിധം കട്ടിലിന്റെ ഒരു ഭാഗം അഥവാ മയ്യത്തിന്റെ തല വരുന്ന ഭാഗം അല്പമൊന്ന് ഉയർന്നു നിൽക്കൽ ആവശ്യമാണ്. ഈ കട്ടിലിലേക്ക് ഇനി നേരത്തെ നാം കിടത്തിയ ആ മയ്യത്ത് എടുത്തുകൊണ്ടുവരും. ഇവിടെയും സുന്നത്തായ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. മയ്യത്ത് എടുത്തു വരുമ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞുകൊണ്ട് കുളിപ്പിക്കാൻ വേണ്ടി സജ്ജമാക്കിയ സ്ഥലത്ത് എത്തുന്നത് വരെ സുബ്ഹാനല്ലാഹ് 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 എന്ന് ചൊല്ലിക്കൊണ്ടായിരിക്കണം മയ്യത്തിനെ എടുത്തു വരുന്ന ആളുകൾ വരേണ്ടത്. അങ്ങനെ മയ്യത്ത് കൊണ്ടുവന്നാൽ കട്ടിലിൽ ഉയരം കൂടിയ ഭാഗത്തേക്ക് തല വരുന്ന വിധം ആ മയ്യത്തിനെ കിടത്തും. കുളിപ്പിക്കുന്നതിന് വേണ്ടി അത്യാവശ്യമായി നാം ഒരുക്കിയിരിക്കേണ്ട സാധനം ഒന്ന് പ്രധാനമായിട്ട് വെള്ളം തന്നെ. പക്ഷെ മയ്യത്ത് കുളിപ്പിക്കുന്ന വെള്ളത്തിന്റെ കാര്യത്തിലും പലപ്പോഴും തർക്കമുണ്ടാകുന്നൊരു വിഷയമാണ്. ഉത്തമമായ വെള്ളം ലഭ്യമാണെങ്കിൽ കടലിൽ നിന്നെടുക്കുന്ന ഉപ്പുവെള്ളമാണ് ഉത്തമം. അത് മയ്യത്തിന്റെ ശരീരത്തിന് ഉറപ്പേകാനും മറ്റും സഹായകമാണ് എന്ന് ഫുഖഹാ രേഖപ്പെടുത്തിയതായി കാണാം. ഇത് സാധ്യമല്ലാത്ത പക്ഷം പ്രത്യേക കാരണങ്ങളൊന്നും ഇല്ലെങ്കിൽ ഉത്തമമായ വെള്ളം തണുത്ത വെള്ളമാണ്. ചൂടുവെള്ളം കൊണ്ടാണ് മയ്യത്ത് കുളിപ്പിക്കേണ്ടത് എന്ന ധാരണ തെറ്റാണ്. അത് മതിയാവാത്തൊരു സാഹചര്യമാണെങ്കിൽ, ഉദാഹരണത്തിന് അഴുക്ക് പിടിച്ചതോ
അതല്ലെങ്കിൽ ഏതെങ്കിലും ശൈത്യമേഖലയിലാണ്, മയ്യത്തിലേക്ക് തണുത്ത വെള്ളം പാരുന്നത് കൊണ്ട് കാര്യമായി ശരീരത്തിന് വല്ല കോട്ടവും സംഭവിക്കാൻ ഇടയുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിൽ ചൂടുള്ള വെള്ളം ഉപയോഗിക്കാമെന്നല്ലാതെ മയ്യത്ത് കുളിപ്പിക്കാൻ ഉചിതമായത് തണുത്ത വെള്ളം, ആ വെള്ളം കൊണ്ടാണ് കുളിപ്പിക്കുന്നത്. 2 പാത്രത്തിൽ വെള്ളം വേറെ വെച്ച് അതും ഇത്തിരി ഉയരമുള്ള സ്ഥലത്ത് കുളിപ്പിക്കുന്ന സന്ദർഭത്തിൽ വെള്ളം അതിലേക്ക് തെറിക്കാതിരിക്കാൻ പാകത്തിൽ വെള്ളം വെച്ചു. പിന്നെ കുളിപ്പിക്കാൻ നമുക്ക് ആവശ്യമായിട്ടുള്ളത് സോപ്പ്, ആ വെള്ളത്തിൽ ചേർക്കുന്നതിനായുള്ള കൽപ്പൂരം, ആ വസ്തുക്കളും കുളിപ്പിക്കാൻ നമുക്ക് ആവശ്യമാണ്. ഇതെല്ലാം സജ്ജമാക്കി, ചിലപ്പോൾ മയ്യത്തിന്റെ നഖത്തിന്റെ തായ്ഭാഗത്ത് വല്ല അഴുക്കോ മറ്റോ ഉണ്ടെങ്കിൽ വെള്ളം ചേരാൻ തടസ്സമാകുന്ന വസ്തുക്കൾ നീക്കാൻ ആവശ്യമായ ചെറിയ വസ്തുക്കളും അതും സജ്ജമാക്കി കഴിഞ്ഞാൽ കുളിപ്പിക്കൽ ആരംഭിക്കാം. മയ്യത്ത് കട്ടിലിൽ വെച്ച് കഴിയുമെങ്കിൽ കുളിപ്പിക്കേണ്ടത് ഒരു വീതിയുള്ള കമീസ് ധരിപ്പിച്ചുകൊണ്ടാണ് നിങ്ങൾ കുപ്പായം. പ്രായോഗികമായിട്ട് അതിന് വിഷമമുണ്ടെങ്കിൽ മയ്യത്തിനെ മുഴുവനുമായി മൂടുന്ന ഒരു തുണി കൊണ്ട് മൂടിയതിന്റെ ശേഷവുമാവാം. ഏതായാലും മയ്യത്ത് നഗ്നമായി വെക്കുന്നത് ഒട്ടും ഉചിതമല്ല. പ്രത്യേകിച്ച് മയ്യത്ത് കുളിപ്പിക്കുന്ന സമയത്ത് മുഖം തുറന്നിടുക എന്ന ഒരു പതിവുണ്ട്, അതും ശരിയല്ല. മുഖം ഉൾപ്പെടെ ശരീരം മുഴുവനും മറച്ചുകൊണ്ടായിരിക്കണം മയ്യത്ത് കുളിപ്പിക്കുന്നത്. അങ്ങനെ നമ്മൾ ഒരു വീതിയുള്ള വലിയ കട്ടിയില്ല